പ്രിൻസിപ്പലോ അധ്യാപകരോ ആരും തന്നെ വിദ്യാർത്ഥികൾ ഇലക്ഷനിൽ നിൽക്കുന്നതിന് അവരെ പിന്തിരിപ്പിച്ചിട്ടില്ല. അപ്രകാരമുള്ള പ്രചരണങ്ങളും എൻ്റെ ശ്രദ്ധയിൽ, മാനേജ്മെൻ്റ് ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട്. ഒരിക്കലും ഒരു കാര്യങ്ങൾ മാനേജ്മെൻ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ സമാധാനപരമായി കോളേജ് നടത്തി പോകണമെന്നുള്ളതിൽ മാനേജ്മെൻറ്റിന് രണ്ടു പക്ഷമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ നേതാക്കളുടെയും പരിപൂർണമായ പിന്തുണ ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ കലാലയത്തിലെ പഠന സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് മാനേജ്മെന്റ് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പോലീസ് ഉണ്ടായിരുന്നു, ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു, പക്ഷേ എന്നിട്ട് പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? പോലീസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത്രയും ശാന്തമായത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറുഭാഗത്ത് ഞങ്ങളെ വേദനിപ്പിച്ചൊരു കാര്യം, മഹായിടവകയുടെ അഥവാ സഭയുടെ അഥവാ മാനേജ്മെന്റ് പ്രതിനിധിയാണ് ഇവിടെയുള്ള ബർസാറും ഇവിടെയുള്ള ചാപ്ലൈനും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മീഡിയയിലൂടെ കണ്ടു കാണും അവരെ കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യം. മഹായിടവകയുടെ ഒരുപറ്റം അച്ഛന്മാരെ ബിഷപ്പ് സ്ഥലത്തില്ലാതിരുന്ന സാഹചര്യത്തിൽ ബിഷപ്പിന് വേണ്ടിയാണ് അവരോട് കോളേജിൽ വരുവാൻ ആവശ്യപ്പെട്ടത്. കാരണം പക്ഷേ അവരിൽ പലരെയും കയ്യേറ്റം ചെയ്തൊരു സാഹചര്യം ഉണ്ടായി എന്നത് ശക്തമായി അപലപിക്കുക. കാര്യങ്ങളിൽ പലപ്പോഴും വിദ്യാർത്ഥികൾ മാത്രമല്ലാത്ത നിരവധി വൈദികർ അനാവശ്യമായിട്ട് ഇലക്ഷനിൽ ഉൾപ്പെടെ ഇടപെട്ടു എന്നൊരു ആരോപണമുണ്ട്. തീർച്ചയായിട്ടും തെറ്റായ ആരോപണമാണ്. കാരണം ഇവിടെ അക്രമാസക്തമായൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് വൈദികർ ഇവിടെ വരേണ്ട സാഹചര്യം ഉണ്ടായത്. കാരണം ഒരു ലേഡി പ്രിൻസിപ്പലാണ് ഇവിടെ ഉള്ളത്. ഒരു വനിതാ പ്രിൻസിപ്പൽ ഉള്ളപ്പോൾ പ്രിൻസിപ്പലിന് മോറൽ സപ്പോർട്ട് നൽകേണ്ടത് മാനേജ്മെന്റ് ആവശ്യമാണ്. ഒരിക്കൽ പോലും ഇലക്ഷൻ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള വലിയൊരു പോലീസ് സംഘം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മതിയാവില്ല എന്നതുകൊണ്ടാണ് വൈദികരെ വിളിച്ചത്. ഇവിടെ എന്ത് നടക്കുന്നുവെന്ന് കാണുവാനുള്ള ബിഷപ്പിന്, മാനേജർക്കും മാനേജ്മെന്റും റിപ്പോർട്ട് നൽകേണ്ടത് ആവശ്യമായതുകൊണ്ടുകൂടെയാണ് അച്ഛന്മാരോട് വരാൻ ആവശ്യപ്പെട്ടത്. നേരത്തെ ചോദിച്ചത് ഈ പോലീസ് ഉണ്ടായിരുന്നു, ഹൈക്കോടതിയുടെ ഉത്തരവൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് ഈ പുറത്തുനിന്ന് ഈ രാഷ്ട്രീയ നേതാക്കള്, നേരത്തെ ബിഷപ്പ് പറഞ്ഞ പോലെ കുറച്ച് ഗുണ്ടകളോ അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനകത്ത് കയറി എങ്ങനെയാണ് പോലീസ് ഉണ്ടായിട്ട്? പോലീസ് ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഏത് സൈഡിൽ കൂടെയും ക്യാമ്പസിൽ കയറാം. മതിലുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമുക്ക് മതിൽ ചാടിയൊക്കെ കടക്കാനൊക്കും. പുറത്തുനിന്ന് നിർത്തിയവരെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? എന്തോ ഈ പുറത്തു നിർത്തിയ ആളുകളൊക്കെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു? പോലീസ് പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. പോലീസുകാർക്ക് എത്രമാത്രമാണ് തടയുവാൻ ഒക്കുന്നത്. ഒരു വലിയ ഗ്രൂപ്പ് എത്തുമ്പോൾ അവരെ മുഴുവൻ പേരെയും പോലീസിന് തടയുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. ബെസേലിയസ് കോളേജിൽ സമാനമായ ഇലക്ഷൻ നടന്നു. ഒരു പ്രശ്നം പോലും ഉണ്ടായില്ല. 4 മണിയായപ്പോൾ ഇലക്ഷൻ പ്രോസസ്സുകൾ അവസാനിച്ച് അവർ മടങ്ങിപ്പോയി. അഡ്മിനിസ്ട്രേഷൻ ലെവലിലും അതോടൊപ്പം പോലീസിംഗിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഇടപെടലിൽ ഒരു വീഴ്ച ഉണ്ടായതുകൊണ്ടല്ല ഇത്തരം സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാകുകയും കോളേജിന് അതൊരു ചിത്തപ്പേരാകുകയൊക്കെ ചെയ്തു. ഇവിടെ പോലീസുകാരുടെ പരിപൂർണമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും ഒരു വലിയ പബ്ലിക് ഇവിടെ എത്തുമ്പോൾ അവർക്ക് ലിമിറ്റേഷൻസ് ധാരാളമാണ്. എൻ്റെ ചോദ്യം അവിടെയല്ല. കോളേജ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാണ്. അവരുടെ ഇലക്ഷൻ നടക്കുകയാണ്. അവിടെ അനാവശ്യമായി അതിക്രമിച്ച് കയറേണ്ട ആവശ്യം ഈ നാടിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇല്ല. അതുണ്ടായതാണ് വേദനാജനകമായ അനുഭവം. വ്യക്തിവിരോധങ്ങൾ തീർക്കുന്നതിനുള്ള വേദിയല്ല കോളേജും, പ്രത്യേകിച്ച് കോളേജ് ഇലക്ഷൻ സമയങ്ങളും. അതിക്രമിച്ച് കയറുന്നവർക്ക് നിയമ നടപടി എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ? അതിന് FIR ഇട്ടിട്ടുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡർ ഉള്ളതാണ്. അതുകൊണ്ട് അതിന്റെ മേലുള്ള തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട ആക്ഷേപം, ഈ തോറ്റ എതിർപക്ഷത്ത് നിൽക്കുന്ന SFI ആണല്ലോ. അവരെ ആരോപിക്കുന്നത് മാനേജ്മെന്റ് ബ്ലൈൻഡായിട്ട് KSUവിനെ സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു കോളേജിന് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു ഒരു വിദ്യാർത്ഥി വാഹനം ഓടിച്ച് പലരെ ഇടിച്ച് അപകടം ഉണ്ടാക്കിയൊരു സംഭവം. അത് കോളേജിന്റെ പേര് മാധ്യമങ്ങളിൽ വരുന്നു, CMS കോളേജ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞ് അത്രയും കളങ്കമുണ്ടായിട്ടും അതിലൊരു നടപടി വൈകി. നേരെ മറിച്ച് SFIയുടെ ആളുകൾ ചില സമരങ്ങളിൽ പങ്കെടുത്തു എന്നുള്ള പൊടുന്നനെ അവരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള നടപടിയിലേക്ക് മാനേജ്മെന്റ് പോയി എന്നാണ് അവരുടെ ഒരു ആക്ഷേപം. അതിൽ എന്താണ് നമ്മുടെ മാനേജ്മെന്റിന് അതിനൊരു വിശദീകരണമുള്ളത്? ഇലക്ഷൻ പ്രോസസ് ആരംഭിച്ചതുകൊണ്ട് പരസ്യപ്പെടുത്തുവാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ. ആ വിദ്യാർത്ഥിയെ കോളേജിൽ നിന്ന് പുറത്താക്കി ഇവിടെ നിന്ന് TC നൽകി വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇലക്ഷൻ പ്രോസസ് ആരംഭിച്ചത് കാരണം നമുക്കത് പരസ്യമായി പറയുന്നതിനുള്ള യൂണിവേഴ്സിറ്റിയുടെ പ്രോട്ടോകോൾ പാലിക്കേണ്ടത് കൊണ്ടാണ് പരസ്യമാക്കാതിരുന്നത്. ആ വിദ്യാർത്ഥിയെ TC നൽകി പുറത്താക്കിയിട്ടുണ്ട്.